വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് നാളായെന്ന് തോന്നുന്നു ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ലോങ് വീഡിയോസിൽ ഭയങ്കര മടിച്ചാണ്, കാരണം കുറച്ചധികം നേരം ഷൂട്ട് ചെയ്യണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് മടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇടയ്ക്കൊക്കെ എന്തായാലും ഇടാതെ പറ്റില്ലല്ലോ. സോ ഇന്നൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം നേരം കുറച്ചധികം കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഈ ഷർട്ട് നമുക്കൊന്ന് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാം. എല്ലാവരും ആഗ്രഹിക്കില്ല ഒരു ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ നമുക്ക് ഈ ഷർട്ടിനാണ് നമ്മളിന്ന് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സാധാരണ എൻ്റെ മെഷർമെൻറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയാം, എന്നാലും ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ടീഷർട്ട് എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ അളവിലൊരു ടീഷർട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് അളവൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. റെഡിമെയ്ഡ് ഷർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷോൾഡറും കൈക്കുഴിയും ഒന്നും കറക്റ്റ് ആയിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, അതൊന്നും ഞാൻ വലിയ കാര്യമാക്കില്ല. ഇപ്പോൾ ലൂസായിട്ട് കിടക്കുന്ന ഷർട്ട്സ് ആണല്ലോ ഇപ്പോൾ കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ അങ്ങ് യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാളായി ഇതിട്ട് എന്തെങ്കിലും പണി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് ഷോൾഡറും ഞാൻ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. എൻ്റെ ഷോൾഡർ വരുന്നത് 7 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും എല്ലാവരും 7 ആണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ ഞാൻ കുറച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാലൻസ് ആയിട്ട് എനിക്ക് കഴുത്തിന് ആ ഒരു കോളറിനൊക്കെ ആവശ്യമില്ല, അപ്പോൾ അതും കൂടെ മാറ്റുന്നുണ്ട്. പിന്നെ സ്ലീവ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. സ്ലീവ് ഒരു ഹാഫ് സ്ലീവ് ആക്കിയിട്ട് ഒന്ന് ഇലാസ്റ്റിക് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെറ്റീരിയലാണ്. ഇത് അത്യാവശ്യം ഉണ്ട്, പ്രത്യേകിച്ച് നമുക്ക് കുറവ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കുറച്ചങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ് പ്രത്യേകിച്ച് വെട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ പാറ്റേണിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗം വരുന്നിടത്ത് ഞാനിങ്ങനെ രണ്ടായിട്ട് മടക്കിയാണ് കേട്ടോ അടിക്കുന്നത്. എനിക്കിപ്പം പൈപ്പിംഗ് ഒന്നും വെച്ച് അടിക്കാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് പെട്ടെന്ന് അടിച്ചെടുക്കുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് അടിച്ചു തുടങ്ങുന്ന വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ചിലപ്പോൾ കഴുത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ പോലൊക്കെ തോന്നും. കഴുത്തിൻ്റെ ഒരു ഭാഗം ഞാൻ അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് തയ്ച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്ക്കാം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ബാലൻസ് തുണി ഇങ്ങനെ പുറത്തോട്ട് കിടക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തത്. ഇനി നമുക്ക് പുറകുവശത്തുള്ള ഒരു കഴുത്തിൻ്റെ ഭാഗം കൂടി നമുക്കൊന്ന് അടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആവും. അത് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. 2 സ്ലീവ് നമ്മൾ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നടുക്കൂടെ ഇങ്ങനെ ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് അടിക്കും കേട്ടോ. ജസ്റ്റ് ഒരു രസം അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ചെയ്യുന്നതാണ്. അതിന് ശേഷം നമ്മളിങ്ങനെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൈയും എല്ലാം ശരിയായി, നമുക്ക് ഏകദേശമൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇട്ട് കാണിക്കാം. നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഒരാവശ്യമില്ലാതെ ഉപയോഗിക്കാതെ വെച്ചിരുന്നൊരു ഷർട്ടായിരുന്നു അത് എടുത്തിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഐ എം സോ ഹാപ്പി. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇഷ്ടപ്പെട്ടെന്ന് കരുതി, ഈ ഡ്രസ്സിൻ്റെ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അതുപോലെ നമ്മുടെ പുതിയ ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.